പാകിസ്ഥാൻ ഭീകരനുമായി ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ആദം മുൽസിയുമായി പാക് ഭീകരൻ മുഹമ്മദ് ഫഹദ് ഫോണിൽ നിരവധി തവണ ബന്ധപ്പെട്ടു. ആദം മുൽസിയെ രക്ഷിക്കാൻ ഇടപെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്നും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP പ്രദീപ് കുമാർ. ജിമ്മിലെ ബേപ്പൂർ പദ്ധതി സംശയാസ്പദമായിരുന്നുവെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. ടോട്ടൽ ഈ കേസ് അന്വേഷിക്കുകയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ ആ കേസ് തന്നെ അന്വേഷിക്കുന്ന ആളായിരിക്കണം. ഇത് ബാക്കിയുള്ള ഒരുപാട് ചുമതലകളുടെ ഇടയിലാണ് ഇത് അന്വേഷിക്കുന്നത്. എന്തായാലും ശരി, എൻ്റെ സംഘത്തിലുള്ള ആളുകൾ വളരെ സിൻസിയറായിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കുറേ പേരുണ്ടായിരുന്നു. അവർ വളരെ സിൻസിയറായിട്ടാണ് ആ ജോലി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ഓരോ രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ചില എവിടെയൊക്കെ ടച്ച് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിൽ പോയി ഞങ്ങൾ ഫയലുകൾ നോക്കിയത്, പോർട്ടിൻ്റെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ, ജിമ്മിൻ്റെ ഫയലുകൾ നോക്കിയപ്പോൾ ഓക്കെ ആർക്കൊക്കെയോ കൊണ്ടുവന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഒരുപക്ഷെ മാറ്റത്തിന് പിറകിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഇതെവിടെയോ ടച്ച് ചെയ്തവർക്ക് സെൻസിറ്റീവായിട്ടുള്ള സ്പോട്ടുകളിൽ അന്വേഷണം ടച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മാറിയത് എന്നെനിക്ക് തോന്നുന്നു. ഈ ജിമ്മിലേക്കൊക്കെ എന്താണ് എൻ്റെ ഒരു ജിമ്മിൽ പോർട്ട്, ബേപ്പൂർ പോർട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ്, പ്രൈവറ്റൈസേഷൻ്റെ ഒരു പ്രൊജക്റ്റ് ജിമ്മിൽ വെച്ചു. അതിൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട് സെക്രട്ടറി, അതിനടുത്ത് കോടതി കൊടുത്തിട്ടുണ്ട് സർ. അപ്പോൾ അതിൽ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തം കലർന്ന പ്രൊജക്റ്റാണ്, റിഡിക്കുലസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബേപ്പൂർ പോർട്ടിൽ ഒരു മണിക്കൂറിൽ 600 കണ്ടെയ്നർ ഇറങ്ങുമെന്നും ഡീൽ ചെയ്യുമെന്നും അത് കൊണ്ടുപോകാൻ 4 വരി പാത വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് 4 വരി പാത വികസിപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ അതൊരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള പ്രദേശമാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഏതായാലും ശരി, 600 കണ്ടെയ്നർ ഒരു കാലത്തും ബേപ്പൂരിൽ വരില്ല. ഞാൻ കൊച്ചി പോർട്ടർസിൽ അംഗീകരിച്ചപ്പോൾ അവിടെ പോലും ഒരു ദിവസം 600 കണ്ടെയ്നർ ഡീൽ ചെയ്യുന്നില്ല. ഇവിടെ ഒരു മണിക്കൂറിൽ 600 കണ്ടെയ്നർ ഡീൽ ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ അതൊക്കെ ഒരു ബോധപൂർവ്വമുള്ള ഏർപ്പാടാണ്. പോർട്ട് ആർക്കൊക്കെയോ തീരെഴുതി കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജിമ്മിൻ്റെ രേഖകൾ പരിശോധിച്ചത്. ഏത് മാറാട് വിഷയവും ഈ പോർട്ടും തമ്മിലുള്ള വിഷയം എന്താണ്? ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കുക എന്നൊരു കഥ മറ്റുണ്ടോ? അത് അലിഗേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പത്രങ്ങളിൽ ധാരാളം ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കൺക്ലൂഷനിലെത്തിയിട്ടില്ല. അത്തരം ഐഡിയാസിനെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ വെരിഫൈ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ. ആ പാകിസ്ഥാൻകാരൻ ഇവിടെ വന്നത് ഈ സംഭവത്തിന് മുമ്പായിട്ടുള്ള കാലഘട്ടത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ലിങ്ക് ചെയ്തതാണ്. എന്തായാലും ശരി, അത് അങ്ങനെ ആയാലും ഇല്ലെങ്കിൽ ഈ സംഭവമായിട്ട് ബന്ധമുണ്ടായാലും ഇല്ലെങ്കിൽ ശരി, ലാർജർ കോൺസ്പിറസിയുടെ ഭാഗമാണ് അതൊക്കെ. ഒരു പാകിസ്ഥാൻകാരൻ ഇവിടെ വരുന്നു, അവൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞതാണ് ഇവിടുത്തെ ഫണ്ടിങ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സാമ്പത്തിക കാര്യങ്ങൾ. പാകിസ്ഥാൻകാരൻ വന്നിട്ട് ഇവിടുത്തെ ടെററിസത്തിൻ്റെ ഫണ്ട് ഡീൽ ചെയ്യുന്നു പറഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ തലത്തിൽ എത്തിക്കഴിഞ്ഞല്ലോ. ചാരം തന്നെ വെറുതെ അവിടെ നിന്നുള്ള ചാരനല്ല ഇത് അവനെ അൽബദർകാർ റിക്രൂട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവനെ, റിസർച്ച് നടത്തുന്നവനെ പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ സെക്യൂരിറ്റി എന്തോ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അവർ വന്ന് ആളുടെ പേരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം മറന്നുപോയി ഞാൻ. അയാൾ വന്ന് പേഴ്സണലി കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ടെലിഫോൺ അനാലിസിസ് ഞാൻ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നും എന്നെയാണ് അത് ഏൽപ്പിച്ചത്. അന്വേഷണം വേറെ ആളായിരുന്നു. ആ ടെലിഫോൺ അനാലിസിസ് നടത്തിയപ്പം അത് ഞാൻ അന്നത്തെ DIGക്ക് അയച്ചു കൊടുത്തു. അതിൽ ഞാൻ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. അതിന് ആ യങ് ലീഡർ എന്നോട് പറഞ്ഞ ഉത്തരം വളരെ വളരെ റെഡിക്കുലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ കടലിൽ വീണു പോവുക, കടലിൽ വീണിട്ട് അത് വേറെ കിട്ടുക, അത് ആ പെർട്ടിക്കുലർ പർപ്പസിന് തന്നെ ഉപയോഗിക്കുന്ന ഒരാളുടെ കയ്യിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ്സ് ഒരു എന്താ പറയുക വിയേർഡ് സ്റ്റോറി. അത് മനസ്സിലായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യം എന്താ അയാൾക്ക്? അതിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ടായിരുന്നു. അതിന് ഞാൻ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ച ഉദ്യോഗസ്ഥന് അതിൽ ഞാൻ ചോദിക്കുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഒരാൾക്കെതിരായിട്ട് അത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നതിൽ അത് തെറ്റൊന്നുമില്ല. അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നിട്ടാണ് അങ്ങനെ പറയുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്.
ഞാനത് അതിൻ്റെ കുത്തിപ്പൊക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കിടക്കുന്നു. പക്ഷേ ഞാനൊരു റിപ്പോർട്ട് അയച്ചു. അത് ആ ലെവലിൽ ആളുകൾ അറിയേണ്ട കാര്യമായതുകൊണ്ട് റിപ്പോർട്ട് അയച്ചു. ഇങ്ങനെ ഒരു യുവജന നേതാവ്, സിമി, നിരോധിക്കപ്പെട്ട സിമി നോക്കിയുള്ള ആളുകളൊക്കെ രാഷ്ട്രീയത്തിലും മറ്റ് പല പല സംഘടനകളിലും കയറിക്കൂടുന്നു. അവർ ഇവിടെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പ്രവർത്തിക്കുന്നൊക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണും. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ആളുകളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നറേറ്റ് ചെയ്തുകൊണ്ട് ഹി നീഡ്സ് ടു ബി വാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അത് ആദം മുൻസിയാണെന്ന് ഞങ്ങൾക്ക് പറയുന്നത് തെറ്റില്ലല്ലോ. അയാൾ പത്രസമ്മേളനം നടത്തിയെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല. അതങ്ങനെയാണല്ലോ. ആണ്.